നിങ്ങളൊരു ബ്രേക്ക് എടുത്തുവാന്നോ നിങ്ങള് നിങ്ങളെടപ്പോ നിങ്ങൾ ലേറ്റ് ആയി പോയി ഭക്ഷണം കഴിച്ച് എൻജോയ് ചെയ്തിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ വരാൻ വെച്ചിട്ടാണ് എല്ലാവരും പരിചയപ്പെടുത്തി. നിങ്ങളെ ഭക്ഷണം അടിപൊളിയായിരുന്നു, നല്ലതുണ്ട്, നല്ല ഫുഡായിരുന്നു. അല്ല ബീഫ് ഫ്രൈ റൈ. ഓ അടിപൊളി ബീഫ് ഫ്രൈ. പിന്നെ വേറെ ഒന്നുമില്ല, ബീഫ് പള്ളിക്കറി കൂടി ചെയ്തിട്ടാണ്. ആ ഓക്കെ. നിങ്ങൾ ഇത് കപ്പയും മീൻ കറിയും സ്നാക്സ് അത് കഴിഞ്ഞല്ലേ ഓൾറെഡി? ആ ഓക്കെ ഓക്കെ. കുറേ സ്നാക്സ് ഉണ്ടല്ലോ. ഇവിടെ മോള് ആയി പറഞ്ഞു. ആട്ടൻ്റെ ഗമനാട്ടനും പേര് പറഞ്ഞോളൂ. നവനീതും ശീതലിൻ്റെയും നല്ല അടിപൊളിയായ പൈനാപ്പിൾ ഉപ്പിലിട്ടത്, സമൂസ എല്ലാം ബജ്ജി എല്ലാം ഉണ്ട്. എല്ലാം തീർന്നു. പക്ഷേ ഇതാ പായണ്ട ഇത് ബീട്രൂട്ട് ഡേറ്റ്സിൻ്റെ അച്ചാർ കേട്ടോ. ഇത് നല്ല അടിപൊളി ജാമലല്ല അച്ചാറല്ല, ഇത് അച്ചാറല്ല. ഏറ്റവും ഫേമസ് ആയ ഒരു സംഭവമാണ് ഫിഷ് നിർമ്മാണം എന്ന സംഭവം. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. ഞാൻ കഴിച്ചെടുത്ത് നല്ലതായി തോന്നിയ ഒരു സംഭവം. ഹായ്, മേക്ക് ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, രാജമംഗലം യൂണിവേഴ്സിറ്റിയിൽ TMSൻ്റെ കാർണിവൽ നടക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡും എന്താ പറയുക ഒരുപാട് ഗെയിംസും സംഭവങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. TMSൻ്റെ കാർണിവൽ എന്ന് പറയുമ്പോൾ ഇവിടെ ബാങ്കോക്കിലെ തായ്ലൻഡിലെ ഏറ്റവും ഫേമസ് ആയ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് അവർ ഇവിടെ ചെറിയൊരു പരിപാടിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ഈ ഒരു വ്ളോഗിൽ മാക്സിമം അടിപൊളിയായിട്ടുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിവിടെ ജേസൺ പായൻ്റെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് കിടക്കാം. 3 മണിക്കാണ് പരിപാടി. 3 മണി മുതൽ 9 മണി വരെയാണ് പരിപാടി. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് മിക്സ്ചറും മുറുക്കലും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഷോപ്പ് എന്ന് പറയുന്നത് കവി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആയിട്ടാണ്. കവി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമ്മൾ അയോധ്യ സൈഡിൽ അതിമനോഹരമായ ഒരു റെസ്റ്റോറൻറ്റാണ്. ഇവിടെ എന്തെല്ലാം സാധിച്ച കപ്പ, ബീഫ് റോസ്റ്റ് ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, മിക്സ്ചർ, മുറുക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ. ചായ പറഞ്ഞു. നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ചായ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കവി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നമ്മൾ അധികം ഭക്ഷണം കഴിക്കാൻ പോക്കുണ്ട്. അയോധ്യ സൈഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട അടിപൊളിയായിട്ട് ഒരു റെസ്റ്റോറൻറ്റാണ് കവി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അയോധ്യ സൈഡിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കാഴ്ചകൾ വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് കാണിക്കാം. സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ജേസൺ ഭായി പറഞ്ഞില്ല, ഇവിടെ എന്തെല്ലാം ഉള്ളത്, മിക്സ്ചറുണ്ട്, ചായ ഉണ്ട്, സമൂസ, വട, മറ്റുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. കേട്ടോ, നമ്മൾ അയോധ്യ സൈഡിലെ കവി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ ചായ കുടിച്ചിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമൂസ, വട, മിക്സ്ചർ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം ചായ കുടിക്കട്ടെ. ചായ പൊളി കിട്ടണം, നല്ല ചായ. ഇതോ ഇവിടെ നല്ല അടിപൊളി വട. നിങ്ങൾ വട കഴിച്ചിട്ട് എപ്പോഴും പറ, വട കഴിക്കും. ഇവിടെ ഇതാ വട, ചെയ്തോ നല്ല അടിപൊളിയായിട്ട് വടയുണ്ട്. നോക്ക് സമൂസ തന്നുണ്ട്. നോക്ക് യു ക്യാൻ ടേസ്റ്റ്. ഹൗ ഈസ് ഇറ്റ്? ഇറ്റ്സ് ഗുഡ്. Alo siya, man? Alo yan. Samosa. Alo yan. Hello. You're from? Myanmar. Radhika. നമ്മളെ എന്താ പറയുക, കവി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ വടയാണ് ഇടുന്നത്. സൂപ്പർ. നമ്മുടെ ആദ്യത്തെ TMSലെ കാർണിവലിലെ ആദ്യത്തെ വട നമ്മൾ കഴിക്കുകയാണ്. ഈ കാർണിവലിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബാങ്കോക്കിലെ പിന്നെ തായ്ലൻഡിലെ ഫേമസ് ആയ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കുറേ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് പരിചയപ്പെടുത്തേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. രതീഷ്. അമീർ പുറകിലാണ്. ഓക്കെ. മാനിറച്ചി, റാബിറ്റ്, ക്രോക്കഡൈൽ ഫ്രൈ അത് സ്പെഷ്യൽ പാക്കേജ് ആയിട്ട് ബുഫേ സെറ്റപ്പിന് കൊടുക്കുന്നുണ്ട്. ടേബിൾ വൈസ് സർവ് ചെയ്യുന്നു. കട്ടിയിൽ നിന്ന് വരുന്ന എല്ലാവരും അത് ട്രാവൽസുകാരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിൻ്റെ റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഞാനില്ല. ചേട്ടൻ്റെ പേരൊന്നും പറഞ്ഞല്ലോ. അമീർ. ഇതാണ് ഇവരുടെ മെനു. തായ് മലയാളം പറഞ്ഞ ഫുഡ് ഫെസ്റ്റിവലിലെ ഒരു ഹോട്ടലിൻ്റെ പേരാണ്. ഹോട്ടലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വിവാല കേരള എന്ന് പറഞ്ഞ അടിപൊളിയായ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് വെടിയിറച്ചി അല്ല, വെടിയിറച്ചിയും പിന്നെ മാനിറച്ചി, ക്രോക്കഡൈൽ, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പട്ടായിൽ വന്നു തിന്നാൻ പറ്റും. അടിപൊളിയായിട്ട് അവൈലബിൾ ആണ് അല്ലേ? ഇപ്പം കാണിക്കാനില്ല, അതുകൊണ്ട് ഇല്ല. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഒരു വീഡിയോ എടുക്കാം അല്ലേ? ഞാൻ അടുത്ത് പോട്ടെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ദക്ഷിൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ മെനു കാണിച്ചു തരാം.
ഇത് ദക്ഷിൺ എന്ന് പറഞ്ഞാൽ ബാങ്കോക്കിലെ ഒരു ഫേമസ് ആയ ഒരു റെസ്റ്റോറൻ്റാണ് ദക്ഷിൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചക്ക പൊറോട്ട എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞല്ലേ ഉണ്ടല്ലേ. ചക്ക പൊറോട്ട എന്ന് പറഞ്ഞൊരു ഫേമസ് സംഭവമാണ്. വേറെ അതാ ചക്ക പൊറോട്ടയാണ് അവർ ഉണ്ടാക്കി കൊണ്ടുവെക്കുന്നത്. അതിങ്ങനെ ചക്ക പൊറോട്ട ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്തുനിന്ന് എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ഡിഷസ്. നിങ്ങൾക്ക് ബാങ്കോക്കിൽ വരുവാണെങ്കിലും തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡിഷസ് ഇവിടെ ഉണ്ട്. ഒരുപാട് കറികൾ, മീൻകറിയും ചിക്കണും സംഭവങ്ങളൊക്കെ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദക്ഷിൺ ഫുഡ് കൾച്ചർ എന്ന് പറഞ്ഞ സംഭവമാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓടിച്ച് കാണിച്ചു തരാറുണ്ട്. ദക്ഷിൺ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് പൊറോട്ടയുണ്ട്, കപ്പയുണ്ട്, അപ്പമുണ്ട്, ഒരുപാട് ഡിഷസ്, നമ്മുടെ കേരള ഡിഷസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓരോ ചെറിയ കൗണ്ടറിലാണ് അവരിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഫുള്ള് ഓടിച്ച് കാണിച്ചു തരാം എല്ലാത്തിൻ്റെയും. ഇവിടെ ക്യൂൻസ് കിച്ചൺ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ വേറൊരു സംഭവമാണ്. ക്യൂൻസ് കിച്ചൺ, ഇന്ത്യൻ ഇൻ്റർനാഷണൽ ക്യൂസീൻ. ഇത് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളോട് ഞാൻ നേരത്തെ ചോദിക്കാൻ മറന്നു പോയതാ. നിങ്ങൾ ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ പേര് ശരിക്കും ഇതിൻ്റെ? ക്യൂൻസ് കിച്ചൺ അല്ലേ? സദൺ ഡിലൈറ്റ്. മലയാളി അല്ലേ? അറിയോ? മലയാളി അല്ലേ? പേര് പറഞ്ഞു, പരിചയപ്പെടുത്തിക്കും. പേരെന്നാ? ശരി, നിങ്ങളുടെ പേര്? സ്വാതി. ശ്രീറാം. എന്തെല്ലാം നിങ്ങളിപ്പം ഫുഡ് എന്തെല്ലാം കൊടുക്കുന്നത് ഇവിടെ? പൊറോട്ട അല്ല? പൊറോട്ട ഒന്ന് കാണിച്ചു. ഇത് ഇടിയപ്പം, പിന്നെ നമ്മളെ സ്റ്റ്യൂ, വടക്കറി, പൊറോട്ട. ഇതാണ് ഇവരെ മെയിൻ ഐറ്റംസ് അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പം നിങ്ങളിത് വീട്ടിൽ നിന്ന് നിങ്ങളിപ്പം ചെയ്യുന്നുണ്ട് ഈ പരിപാടി? ചെയ്യുന്നുണ്ടല്ലേ? ഓർഡർ തന്നു കഴിഞ്ഞാൽ ചെയ്യും. നാട്ടിലെവിടെ? സ്ഥലം എവിടെയാണ്? എവിടെ? തൃശ്ശൂർ അല്ല? ചേട്ടൻ്റെ പേരെന്നാ? ശ്രീറാം. ആന്ധ്രാപ്രദേശ്. ഓക്കെ, മോളാണല്ലേ? ആ ആ അങ്ങനെ. ഓക്കെ ഓക്കെ, എന്തായാലും താങ്ക്സ്. ഞാൻ കഴിച്ചിരുന്നു ഈ ഇടിയപ്പം. ഞാൻ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓൾറെഡി കഴിച്ചു. താങ്ക്സ്. ഓക്കെ, അടുത്ത TMS കാർണിവലിലെ മെട്രോ കിച്ചൺ എന്ന് പറഞ്ഞ സംഭവമാണ്. അടിപൊളി കപ്പയും മീൻകറിയാണ്. അത് ഞാൻ കഴിച്ചതാണ്. ഈ കപ്പേൻ്റെ അപ്പുറം ഈ മീൻകറിയും കൂട്ടി കഴിക്കാൻ ഒരു രക്ഷയില്ല. ബ്രോൻ്റെ കറി പൊളിച്ചു, തകർത്തു. ഫെമിലേച്ചിൻ്റെയും നിങ്ങളുടെ പേര് ഞാൻ മറന്നു, സമലാട്ടൻ്റെയും കറി നന്നായിട്ടുണ്ട്, ഗംഭീരം. ഞാൻ കഴിച്ചതാണ്. അങ്ങനെയുണ്ടല്ലോ, എല്ലാവരും മേടിക്കുന്നുണ്ടല്ലോ. നല്ല സംഭവമല്ലേ? ഓക്കെ, നടക്കട്ടെ, തകർക്ക്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. വെട്ട് കേക്ക്, കൽമാസ്. ആരല്ല? അങ്ങനെ 5 ഇവരെ 2 കൂടി ചെയ്തിട്ടാണ്. ഓക്കെ, നിങ്ങളിത് കപ്പയും മീൻകറിയും സ്നാക്സ് അത് കഴിഞ്ഞല്ലേ ഓൾറെഡി? ഓക്കെ, കുറേ സ്നാക്സ് ഉണ്ടല്ലോ. ഓക്കെ, ഇത് നിങ്ങൾ ശരിക്കും ഇതിന് വേണ്ടിയിട്ടല്ലേ? നിങ്ങളിപ്പം വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട് ഈ പരിപാടി? ചെയ്യുന്നുണ്ട്. ഇതാണ് മെട്രോ കിച്ചൺ എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് തായ്ലൻഡ് ഇൻസ്റ്റ പേജിലുള്ള ഒരു ഇതാണ് കണ്ടോ. എന്തായാലും ഗംഭീരം, നടക്കട്ടെ കാര്യങ്ങൾ. ഇതെന്നാ പായസം? ഓക്കെ, നടക്കട്ടെ. നമ്മൾ അടുത്തേൽ പോവുകയാണ്. ഇവിടെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനല്ലേ സ്റ്റീം ആൻഡ് സ്പൈസ്. ഇത് ശരി, ദിസ് വൺ ഈസ് സ്റ്റീം ആൻഡ് സ്പൈസ് ഹോട്ടൽ. വീട്ടിൽ നിന്ന് ഹോംലി മെയ്ഡ്. ലാസ്റ്റ് ടൈം യു what is that? That's the halim. Yeah. How you prepare that one? So we cook lentils, wheat and beef together, slow cooked with the ghee, and probably for 8 hours I think. Slow cook age ഉണ്ടാക്കുന്നതാണല്ലേ? ഒരു സെപ്പറേറ്റ് ഒരു ഡിഷാണ് ഇത്. Can you open? I want to show this something. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചത്. ഹലീം. ദിസ് നെയിം ഈസ് ഹലീം, റൈറ്റ്? ഹലീം. ഹൈദരാബാദി ഹലീം. ഇതാണ് സാധനം കേട്ടോ. ഞാൻ തിന്നേരത് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് ഇത്. സ്റ്റീം ആൻഡ് സ്പൈസ് എന്ന് പറഞ്ഞ ഇവർ ഹോംലി ഫുഡാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഇഡ്ഡലി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. വാട്ട്സ് യുവർ നെയിം? വിശാൽ. ഓക്കെ, ഓക്കെ. ഞാൻ തലശ്ശേരി, കണ്ണൂരിലാണ്. കണ്ണൂരാ? എവിടെയാ? ചെറുകുന്നല്ലേ? ഞാൻ മാഹി, തലശ്ശേരി മാഹി. വടകരയാ? അങ്ങനെയാണോ? നമ്മളെ നാട്ടുകാർ കേട്ടോ. ഒരു കൈ വെച്ച് നമ്മളെ നാട്ടുകാർ. ഇതെൻ്റെ യൂട്യൂബ് വീഡിയോ വ്ളോഗാണ്. ചെറിയ ചാനലുണ്ട്, മേക്ക് ടൈം ടു സീ ദ വേൾഡ്. മേക്ക് ടൈം ടു സീ ദ വേൾഡ് എന്ന് പറഞ്ഞ ചാനൽ. ഓക്കെ, എല്ലാവരും ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുത്ത് ചെയ്യാറുണ്ട്. തായ്ലൻഡിലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യാറുണ്ട്. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക്സ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലബാർ കിച്ചൺ, നമ്മളെ ഷാലുവിൻ്റെ സ്വന്തം
നമ്മുടെ മോള് ആയി പറഞ്ഞു. വെറുതെ നമ്മുടെ ചാനലിനോട് പരിചയപ്പെടുത്തി കൊടുക്കും. ഷാലു ആണ് നമ്മളെ കമ്പനി കാൽക്കോം പെച്ചുപുരിയിലെ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഷാലു ഇവിടെ ഹായ് പറടാ. ഇവൻ്റെ ഭാര്യയാണ് ഇവർ. ഇവൻ കൊടുക്കുന്ന വെച്ചാൽ ബിരിയാണി കേട്ടോ, അടിപൊളിയായിട്ടുള്ള സൂപ്പർ ബിരിയാണിയാണ്. ജമ്മി ബിരിയാണി പറഞ്ഞോ, എങ്ങനെയുണ്ട് കച്ചവടമല്ലോ? സൂപ്പറല്ലേ? ഇവർ സ്പെഷ്യൽ സംഭവം ഉണ്ട് കേട്ടോ. ദിയാസ് ലെമൺ പിക്കിൾ ഹോം മെയ്ഡ് എന്ന് പറഞ്ഞ ഒരു അച്ചാർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റേ ഫിഷ് നിർവാണം അല്ലേ, അതിൻ്റെ ഒരു ഷോട്ടും എടുത്തു. ഇനി പോയിട്ടുണ്ട് എടുത്തു ഫിഷ് നിർവാണം. ഇവരെ ഏറ്റവും ഫേമസ് ആയ ഒരു സംഭവമാണ് ഫിഷ് നിർവാണം എന്ന സംഭവം. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. ഞാൻ കഴിച്ചെടുത്ത് നല്ലതായി തോന്നിയ ഒരു സംഭവമാണ്. ഓക്കേടാ, താങ്ക്സ്. ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ നമ്മളെ സ്വന്തം നമ്മുടെ വിമലാട്ടൻ്റെ ഫ്രണ്ട്സ് തട്ടുകടയിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമലാട്ടൻ ആദ്യം കാണിച്ചു. വിമലാട്ടനും പേര് പറഞ്ഞോളൂ. നവനീതും ശീതലിൻ്റെയും നല്ല അടിപൊളിയായ പൈനാപ്പിൾ ഉപ്പിലിട്ടത്, സമൂസ എല്ലാം ബജ്ജി എല്ലാം ഉണ്ട്. എല്ലാം തീർന്നു. പക്ഷേ ഇതാ പായസം ഫുള്ള് തീർന്നു. ഇത് പാൽപ്പായസം ഏതാ? അടപ്പുറ നെയ് പായസം. ഈ പായസങ്ങളാണ് വിമലാട്ടൻ കൊടുക്കുന്നത്. നല്ല പായസമായിരുന്നു, ഞാൻ കുടിച്ചിരുന്നു, നല്ല ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവരെ ഫ്രണ്ട്സ് തട്ടുകട എന്ന് പറഞ്ഞ ഷോപ്പാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ വിമലാട്ടൊന്നും പറയണ്ട. വിമലാട്ടനെ പറ്റി പറയുകയാണെങ്കിൽ തായ്ലൻഡിലെ എന്താ ഒരു സാമൂഹ്യ പ്രവർത്തകൻ. എന്നാ വേറെന്താ നിങ്ങൾക്ക് പറയാനില്ല? പറഞ്ഞോ, നിങ്ങൾ പറ. കുറച്ച് 18 വർഷത്തോളം തായ്ലൻഡിൽ ഉള്ള ഒരു വ്യക്തിയാണ്. ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ശീതളിവിടെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. നരേൻ ബോസ് ഇവിടെ ഉണ്ട്. ഹായ് പറഞ്ഞു. ഹായ് 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 ഹായ്. പിന്നെ നമ്മളാ ഹോം സ്വീറ്റ് ഹോം എന്ന് പറഞ്ഞ ഒരു ഷോപ്പ്. ഇതാ ഇത് ബീഫ് ഫ്രൈ റൈറ്റ്. ഓ അടിപൊളി ബീഫ് ഫ്രൈ. പിന്നെ വേറെ ഒന്നുമില്ല? ബീഫ് പള്ളിക്കറി. വാട്ട് ഈസ് ദിസ്? ചിക്കൻ കറി. ഇതൊക്കെയാണ്. ദിസ് ഇസ് എ ഹോട്ട് ഷോപ്പ്. ഹോം സ്വീറ്റ് ഹോം. ഈ ഹോട്ടലോ? നോ ഹോട്ടൽ. ഇറ്റ്സ് ഹോംലി ഫുഡ്, ഹോംലി മെയ്ഡ്. വാട്ട്സ് യുവർ നെയിം? ഇവിടെ ഉണ്ട്, കാർഡ് ഉണ്ട് കേട്ടോ. ഹോം സ്വീറ്റ് ഹോം ഡെലിവറി. ഇതാണ് കേട്ടോ, കണ്ടോ? നല്ല അടിപൊളി സംഭവം കേട്ടോ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് അവരെ മെനു എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ സജേഷേട്ടൻ്റെ സ്വന്തം തട്ടുകട ഉണ്ട് കേട്ടോ. ശ്രീസ് കിച്ചൺ തട്ടുകടയല്ല, ശ്രീസ് കിച്ചണിൻ്റെ പഴംപൊരിയും എന്താ പറയുക ചിക്കൻ കട്ട്ലേറ്റും എല്ലാം കഴിച്ചു. അടിപൊളിയായിരുന്നു, നല്ല സൂപ്പർ സംഭവമായിരുന്നു. ഇത് മറ്റേ കിഴങ്ങ് പൊരിച്ചത് എല്ലാം കഴിഞ്ഞല്ലോ, ഫുൾ തീർന്നു. ഞാൻ തിന്നതാണ് പഴംപൊരി. ഏതാ ഇവർ അച്ചാർ ശ്രീസ് കിച്ചണിൻ്റെ ഇത് ബീട്രൂട്ട് ഡേറ്റ്സിൻ്റെ അച്ചാർ കേട്ടോ. ഇത് നല്ല അടിപൊളി. ജാമലല്ല, അച്ചാറല്ല ഇത്? അച്ചാറല്ല, അടിപൊളിയായിരുന്നു. ഇത് ഇവരെ കേക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. ശ്രീസ് കിച്ചൺ നല്ല ഫേമസ് ആയ ഇൻസ്റ്റാഗ്രാം പേജും അല്ലെങ്കിൽ ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഹോംലി മെയ്ഡ് ഉണ്ടാക്കുന്ന ഗംഭീര സംഭവം. പേര് പറഞ്ഞോളൂ. ശ്രീജിത, സജേഷേട്ടൻ്റെ TMSൻ്റെ മെയിനായ ഇവരെ ഭാര്യ അല്ലേ. ഇതിൽ കൂടുതൽ പരിചയപ്പെടുന്ന കാര്യമൊന്നുമില്ല. അടിപൊളി സംഭവം. ഈ സംഭവം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കുമ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു. നിങ്ങളെവിടെ പോയി? നിങ്ങൾ ലേറ്റ് ആയി പോയി. ഭക്ഷണം കഴിച്ച് എൻജോയ് ചെയ്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടി ആവുമ്പോൾ നടക്കൂലല്ലോ. നമ്മളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന കാര്യം നമ്മുടെ വീഡിയോസിലെല്ലാം പറഞ്ഞ പേര് പറഞ്ഞു. ജിജോ ഏട്ടനാണ്, TMSൻ്റെ മെയിൻ ആളാണ്. ഓക്കെ, പിന്നെ വേറെ പരിപാടികളില്ല അത്. അപ്പോൾ നമുക്ക് എല്ലാം കാണിക്കാം. ഓക്കെ, ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് എന്തെല്ലോ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, എന്തെല്ലോ ഗെയിംസ് പോലത്തെ സംഭവങ്ങളും ഹായ് എന്തെല്ലോ പരിപാടികളുടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ വരാൻ വെച്ചിട്ടാണ്. എല്ലാവരും പരിചയപ്പെടുത്തി. നിങ്ങളെ ഭക്ഷണം അടിപൊളിയായിരുന്നു, നല്ലതുണ്ട്, നല്ല ഫുഡായിരുന്നു. അല്ല കേക്ക് സോറി അല്ല നിങ്ങൾ എന്തുണ്ട് വേറെ വിശേഷങ്ങൾ? എന്തുണ്ട് വിശേഷങ്ങൾ? ബ്ലോഗായപ്പോ ബ്ലോഗിലേ ഇല്ലേ? എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ പരിപാടിയല്ലേ? ഓക്കെ, നടക്കട്ടെ കാര്യങ്ങൾ. ഓക്കെ, പറഞ്ഞോ. നമ്മളെ വീഡിയോയിൽ എല്ലാവരും ഹായ് പറഞ്ഞോ. ഹായ് പറഞ്ഞോ. അതാ വലിയ പ്രമുഖരായ ബ്ലോഗറായിട്ട് ഉണ്ടാവും, പിന്നെ നമ്മൾ വരേണ്ട കാര്യമില്ലല്ലോ. അബി അമ്മൽ ഇപ്പോൾ ഫുൾ സൈഡായതുകൊണ്ടല്ലേ. ഇന്നൊരു വീഡിയോ നിങ്ങളൊരു ബ്രേക്ക് എടുത്തതാണോ? നിങ്ങള് നമ്മളെ ചാനലിന്റെ പേര് പറഞ്ഞെടുക്കുക. പേര് മറന്നു. എന്റെ ചാനലിന്റെ പേര് പറഞ്ഞു. എന്റെ ചാനൽ പറ. അപ്പൊ ഞാനോ അന്ന് നിങ്ങൾ വീഡിയോ നിർത്തിക്കഴിഞ്ഞ് എന്ത് പറ്റി?
ബോറടിച്ച് നിർത്തിക്കുക. ഇങ്ങനെ പരിപാടി അടിപൊളിയല്ല, ഇതിന് വേറെ പരിപാടി അകത്ത് നടക്കുന്നില്ല. എങ്ങനെയുണ്ട് ഭക്ഷണം എല്ലാം എങ്ങനെയുണ്ട്? അടിപൊളി പരിപാടി. പേരെന്താ പറഞ്ഞ? മാനുവൽ. ഇവിടെ വർക്ക് ചെയ്യണോ? ഓക്കെ, പിന്നെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കമ്പനിയിലെ കുട്ടിയാണ്. ഓക്കെ, വ്ളോഗാണ്, എന്തെങ്കിലും പറയാനുണ്ടോ വ്ളോഗിൽ? ഭക്ഷണം അടിപൊളിയല്ലേ? TMSന്റെ ഫുഡ് സൂപ്പർ അല്ലേ? ഇത് 2 ഗ്ലാസ് പായസം കൊണ്ട് ലൈം ഒരുമിച്ച് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ നടക്കട്ടെ, പരിപാടി കഴിഞ്ഞിട്ട് പോലും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ലൈം സോഡ ഇതാ നമ്മുടെ സെക്കൻഡ്, നമ്മുടെ തായ് മല്ലുവിൻ്റെ ഗംഭീരമായ ലൈം സോഡേൻ്റെ ഷോപ്പ് ഇവിടെ ഉണ്ട്. എല്ലാം കഴിഞ്ഞു അല്ലേ പരിപാടിയെല്ലാം? നിക്ക്, ഞാൻ ബ്ലോഗിൽ പറഞ്ഞോട്ടെ, അതിൻ്റെ ഇടക്ക് ഇനി നരങ്ങളം കഴിഞ്ഞു. ഓനെ ഭാര്യ കഷ്ടപ്പെട്ടിട്ട് ലൈം ഉണ്ടാക്കുന്ന, ഭാര്യ കഷ്ടപ്പെട്ട് ഇനിയുടെ ഒറ്റക്ക് കിടന്ന് ഇതാക്കുന്ന. അതെ, എന്താണ് ഒറ്റ പ്രമുഖരായ വ്ളോഗറാണ് തായ് മല്ലു. പക്ഷെ വീഡിയോ ഒന്നും ഇടുന്നില്ല. അതായത് വേറെ അഭിയും ഞാനും വീഡിയോ ഒന്നും ഇല്ല. ഇത് നമ്മുടെ സ്വന്തം ആനന്ദ് ഇൻട്രോഡ്യൂസ് പ്രണവ്, നമ്മുടെ കമ്പനിയിലെ പിള്ളേരാണ്. ഹാൾട്ടറിന്റെ മെയിൻ പ്രൊജക്ടിന്റെ ആളാണ്. ഇത് നമ്മളെ ഹാൾട്ടറിന്റെ മെയിൻ ആൾക്കാരാണ്. ഇവരും എന്നാ പേര് പറയാം പ്രൊജക്ടിന് വരുമ്പോൾ ആദ്യം 10-15 വർഷമായ തായ്ലൻഡിൽ ഫേമസ് ആയ എന്താ പറയുക NPI മാനേജറാണ് അമൽ. പിന്നെ ഇവ മാർക്കറ്റിംഗ് മാനേജർ. എല്ലാവരും പരിചയപ്പെടുത്തിയാണ്. എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ നാട്ടിൽ പോയോ? ഇതെല്ലാം നമ്മളെ കാൽക്കോമ്പിന്റെ തൂണുകളായിട്ടാണ്, പില്ലോസ് ഓഫ് കാൽക്കോമ്പ് എന്ന് പറയുന്നത്. പെരിയ തൂണ്, ചെറിയ തൂണ്, നിന്ന തൂണ് തന്നെ പറയുന്നത് എല്ലാവരും ഉണ്ട്. ഓക്കെ, നമ്മളെ അകത്ത് കയറി ഒന്നും വേണം. ഇന്റെ ഒരു തഗ് ഡയലോഗ് ഒന്നും ഇല്ല അത്. എല്ലാം വരും, എല്ലാം വരും. എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ടായിരുന്നു അത് മാത്രം പറ. പരിപാടി എന്താ പേര് പറഞ്ഞു? അനീസ്. എന്താ പേര്? സർഫുദ്ദീൻ. എല്ലാവരും ഇങ്ങോട്ട് തന്നെ സ്ഥലം? ഇവിടെ തന്നെയാ? ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല? കുറച്ചേരം വന്നിട്ടില്ല. ബാക്കിയെല്ലാവരും ഞാൻ കണ്ട ഒരു മുഖപരിചയമുണ്ട്. പേര് നാസർ. എവിടെയല്ല നാട്ടിലെവിടെയെങ്കിലും ഒരു സ്ഥലം? തമിഴ്നാടല്ലേ? കൊല്ലം. ഇവിടെ അപ്പം കാണാറുണ്ട്. ഞാനിവിടെ 10-25 വർഷമായി. ഓക്കെ, 15 വർഷമായി. അപ്പൊ ഓക്കെ, ശരി. ഓക്കെ, ശരി. എന്നാലും സ്വീസ് കിച്ചൺ അല്ലല്ലോ ഇത്? യമ്മി പിക്കിൾസ്. യമ്മി പിക്കിൾസ്. നിങ്ങൾ ഈ ഷോപ്പ് ഈ മൂലക്കായി കഴിഞ്ഞേ? ഇതാ നിങ്ങളെ യമ്മി പിക്കിൾസ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എൻജോയ് ചെയ്ത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. പിന്നെ കിട്ടാണ്ടായി പോകുന്ന വെച്ചു. യമ്മി പിക്കിൾസ് അല്ല നിങ്ങൾ? യമ്മി പിക്കിൾസ് അതിൻ്റെ പേരല്ല നിങ്ങളെ ഇതിൻ്റെ പേര്? അച്ചാർ മാത്രം എടുക്കുന്നില്ലോ? അങ്ങനെ വേറെ ഇതൊന്നുമില്ലല്ലോ. ഓക്കെ, സന്തോഷം. താങ്ക് യു. ഇവിടെ ഇതാ വിഹാൻസ് റെസിപ്പീസ് അല്ലേ? വിഹാൻസ് റെസിപ്പീസ്. വാട്ട് ആർ ദ ഐറ്റംസ്? We have many items over here. This is mango. This is prawns pickle, beef pickle. This is beetroot pickle. All the pickle items here. We have the varieties of sauces. Ready to cook sauce ഉണ്ടല്ലേ? Butter chicken sauce. And this is vindaloo sauce. Okay. And we got prawns. Chutney powder. Prawns chutney powder. Then how we can eat this one? With rice. With rice. No need to cook. It's already cooked. Already cooked one items. What's your name? You're working here, right? Yes, we are working. Both. I am the one. What your name? She's Veena. I am Veena. Veena. You? And Saiju. Saiju. One. Okay, thank you. Are you taking the YouTube? Yeah, video. This is. This is my YouTube channel. Behance. You have the channel also. Behance. YouTube channel. Behance recipes. ഇതാണ് ഇവരുടെ ചാനൽ കേട്ടോ. ഇവരുടെ ഷോപ്പ് അടിപൊളി. ഓക്കെ, This is our prime most one. മലയാളിയാണോ നിങ്ങൾ? ഓക്കെ, ഞാൻ വെച്ച് നോർത്ത് ഇന്ത്യൻ ആണെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇടിയർച്ചയല്ല. ഇത് ബീഹാൻസിന്റെ വേർഷൻ സ്പെഷ്യലൈസ് ചെയ്ത് ഇത് തീർന്നു കേട്ടോ. ഓ അങ്ങനെ. വെള്ളം ഉണ്ടാക്കി നിങ്ങളാണ് ഉണ്ടാക്കുന്നതല്ല? ഓക്കെ, അടിപൊളി. എന്തായാലും സംഭവം അടിപൊളി. തകർത്തു. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണല്ലേ? ഓ അങ്ങനെ. ഓ അങ്ങനെ വീട്ടിൽ നിന്ന് നിങ്ങൾ കൊടുക്കും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം. മോനിവിടെ പഠിക്കുകയാണോ? പഠിക്കുന്നതല്ലേ? മിൽക്ക് കോഴിക്കോടൻ സ്പെഷ്യൽ മിൽക്ക് സർബത്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ചോദിച്ചു ഇനി ചോദിച്ചേ തേനാ
നന്നായി സർബത്തല്ല. പിന്നെ ഐസ് അടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച തകർത്തിട്ടു. എന്നിട്ട് അതിനകത്ത് മിൽക്ക് ഒഴിക്കുന്നല്ലേ, മിൽക്ക് ഒഴിച്ച് ഇത്രയില്ല, വേറെ സംഭവങ്ങളൊന്നുമില്ല. ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇതാണ് കോഴിക്കോടൻ മിൽക്ക് സർബത്ത്. ഞാൻ ഇത് കുടിച്ചിട്ട് അഭിപ്രായം പറയാം. ഓട്ടെ, ഇതാണ് സാധനം കേട്ടോ. അടിപൊളി പറയാം, സൂപ്പർ ആയിട്ടാണ്. നല്ല അടിപൊളി സംഭവം, നല്ല റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. പൊളി. അപ്പോൾ പുതിയ കമ്മിറ്റി അടുത്ത വർഷത്തെ തായ് മലയാളി സമാജത്തെ നയിക്കുന്ന ഇവരായിരിക്കും. നിയുക്ത പ്രസിഡന്റിനെ മൈക്ക് ഏൽപ്പിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ TMSന്റെ കമ്മിറ്റി തുടങ്ങിയിട്ട് 25ാമത്തെ വർഷമാണ്. അപ്പം നമ്മൾ 25ാമത്തെ വർഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ 24ാമത്തെ വർഷത്തെ കമ്മിറ്റി തന്നെ തുടങ്ങി വെച്ചു. നമ്മൾ 3 വീടുകൾ, സ്നേഹ വീടുകൾ ചെയ്യുന്ന പദ്ധതി വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതായിരിക്കും നമ്മുടെ 25ാമത്തെ വർഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നമ്മുടെ പ്രോഗ്രാം. അത് ഫിനിഷ് ചെയ്യുക, അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പം ജിജോ പറഞ്ഞ പോലെ നമ്മളൊരു 25ാം വർഷമാണ് ആഘോഷിക്കാൻ പോകുന്നത് തായ് മലയാളി സമാജത്തിൽ. അതുപോലെ തന്നെ ഇത് 2027 അതുകൊണ്ടാണ് നമ്മൾ 25 കിഡ്സിനെ തന്നെ ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തത്. നമ്മളെല്ലാം ഇവിടെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കുറവാണ്. അത് നമുക്ക് നേരിടാൻ നമ്മുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം. നമ്മുടെ എക്സ്പ്രസ് മെമ്പേഴ്സ് എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് മുന്നോട്ടുള്ള എല്ലാവരും സപ്പോർട്ടും കൂടെ നമുക്കത് ഈ ഒരു വർഷം അടിച്ചുകൂടി.